പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജിവെച്ചു. കേന്ദ്ര സർക്കാരുമായുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായാണ് രാജി എന്നാണ് സൂചന. കാരണം വ്യക്തമാക്കാതെയാണ് രാജിക്കത്ത്. RL രവി പുതിയ ഗവർണറാകും. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്തയും രാജിവെച്ചു. YS അഭിനന്ദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിനന്ദ്, മമതാ ബാനർജി എന്ത് ചെയ്യും? ആനന്ദബോസിന് പകരം RL രവി എന്ന് പറയുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അല്ലെങ്കിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു രാജിയായി മാറിയിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ രാജി. യഥാർത്ഥത്തിൽ 3.5 വർഷക്കാലത്തെ തന്റെ ഓഫീസ് സേവനം അവസാനിപ്പിക്കുന്നതിന് മാത്രമുള്ള പ്രതികരണമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. മമതാ ബാനർജിയുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം. എക്സ്പോസ്റ്റിലൂടെ ഈ രാജിവെന്ന് മണിക്കൂറുകൾക്ക് ശേഷം പറഞ്ഞത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. RN രവിയെ പുതിയ ഗവർണറായി നിയമിച്ചു കൊണ്ടുള്ള ഒരു കോൾ അത് തനിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെ അറിയിച്ചിട്ടില്ല. ഇത് ഭരണഘടനയ്ക്കെതിരാണ്, കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമാണെന്നൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജി വ്യക്തമാക്കി. നമുക്കറിയാം ഈ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും മമതാ ബാനർജി തമ്മിലുള്ള തർക്കമൊക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. സർക്കാരും ഗവർണറും നേർക്കുനേർ ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ 3 വർഷത്തിന് ശേഷം 3.5 വർഷത്തിന് ശേഷം ഒരു രാജി എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ബംഗാൾ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചോദ്യം. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായി വലിയ തോതിൽ പോരിലേർപ്പെട്ട ഒരാളാണ് RL രവി. ആനന്ദബോസ് പോകുമ്പോൾ RL രവിയാണ് അവിടേക്ക് എത്തുന്നത്.